ഹലോ ഫ്രണ്ട്സ്, ഇന്നെപ്പോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവട്ടോ. കാരണം ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാക്കും എന്ത് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും എല്ലാവരും. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണതും ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടാക്കണതും കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കണേ. അങ്ങനെ അതാ ഞങ്ങൾ രാവിലെ മക്രോണിയാണ് ഉണ്ടാക്കിയത്. കാരണം വേറെ ഒന്നും ഉണ്ടാക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവാറില്ല സ്വാഭാവികമായിട്ട് മിക്ക സമയങ്ങളിലും. അങ്ങനെ രാവിലെ മക്രോണിക്കുള്ളത് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് സാധാ മസാല ഉണ്ടാക്കിയില്ല, ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ടുള്ള അങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞങ്ങൾ മക്രോണി ഇട്ട് വേവിക്കുക കേട്ടോ ചെയ്തത്. പിന്നെ ടൊമാറ്റോ സോസും കൂടി കുറച്ച് ഒഴിച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി അങ്ങനെ ഞങ്ങൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടേണ്ടി ഇരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് ഉച്ചയ്ക്കുള്ള സാമ്പാർക്കുള്ളത് ഉണ്ടാക്കുകയാണ്. കാരണം ഞങ്ങൾ എളുപ്പപ്പണിക്ക് എല്ലാം കൂടി ഒപ്പിട്ടിട്ടുണ്ട് വേവിക്കുക ചെയ്യാറ്. അങ്ങനെ സാമ്പാർക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേവിച്ചു. അങ്ങനെ ആദ്യം 2 വിസിൽ വെച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഞങ്ങൾ തക്കാളി വെണ്ടയ്ക്ക് ഇടുന്നത്. അങ്ങനെ രണ്ടാമത് തുറന്ന് തക്കാളി വെണ്ടയ്ക്കൊക്കെ ഇട്ട് അതിലേക്കാണ് കേട്ടോ ഞങ്ങൾ എല്ലാ പൊടികളും ഇടാം. എന്ന് വെച്ചാൽ മുളക് പൊടി, അതുപോലെ സാമ്പാർ പൊടി, അങ്ങനത്തെയൊക്കെ. പിന്നെ പുളി നിർബന്ധമാണല്ലോ. അങ്ങനെ പുളി വെള്ളം എടുത്തൊഴിച്ചിട്ട് അതും ഞങ്ങളൊരു 2 വിസിൽ വെപ്പിക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ ഉച്ചത്തേക്കുള്ള സാമ്പാർ അവിടെ റെഡിയായി. കടുകൊക്കെ താളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കടുക് പൊട്ടിച്ചിട്ട് അതൊന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞങ്ങളിത് രാവിലത്തേക്കുള്ള മക്രോണിയും കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള സാമ്പാറും കൂട്ടിയിട്ട് ചോറും കഴിച്ച്. ചോറ് ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അതെല്ലാവർക്കും അറിയാനല്ലേ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.